നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, കഴിഞ്ഞ ദിവസമൊക്കെ നിലമ്പൂർ ടൗണിലൂടെയും അതല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ പല ഏരിയയിലൂടെയും സഞ്ചരിച്ചിട്ടുള്ള മുൻ സഖാക്കൾ, എടുത്തു പറയേണ്ടതുണ്ട്, മുൻ സഖാക്കൾ തന്നെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ചിരി വരികയാണ്. കാരണം ഞാൻ ഓൾറെഡി കമ്മ്യൂണിസം വിട്ട് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ പോകുന്ന സമയത്തൊക്കെ നമ്മളെയൊക്കെ കളിയാക്കുകയും നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും നമ്മളെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ പോലും ഒരു ചടങ്ങിൽ പോലും വിളിക്കാതിരിക്കുക, അത്ര കണ്ട് നമ്മളെ തഴഞ്ഞ് നടന്നിരുന്ന കുറെ എണ്ണമുണ്ട്. ഇവരൊക്കെ സത്യത്തിൽ ഇന്ന് നമ്മളെ കാണുമ്പോൾ കരയുകയാണ്, നമ്മൾ അവരെ കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലമ്പൂരിലൊക്കെ, അതുപോലെ നിലമ്പൂര്, എടക്കര, അതുപോലെ വഴിക്കടവ്, ആ ഭാഗങ്ങളിലൊക്കെ, ചുങ്കത്ര ഭാഗങ്ങളിലൊക്കെ ഇത്ര കണ്ട് ശക്തി ആർജിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇതേവരെ പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങളുടെ കടന്നൽ രാജ, ഞങ്ങളുടെ PV അൻവറെ പൊന്നോമനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ചങ്ങാതിയോട് മര്യാദക്ക് നടന്നില്ല, നിന്റെ കയ്യും കാലും വെട്ടി വീട്ടിലിരുത്തും, അതല്ലെങ്കിൽ എടവണ്ണയിൽ നിന്റെ വീട്ടിന്റെ അടുത്തൂടെ ഒഴുകുന്ന ചാലിയാർ പുഴയുണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് തള്ളും എന്നൊക്കെ പറഞ്ഞ് പച്ച തെറിയും വിളിച്ച് സഖാക്കന്മാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് കാണിച്ചുകൊണ്ട് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തൊക്കെ അതിലൂടെ പാസ് ചെയ്ത ഒരുപാട് സഖാക്കന്മാർ വിളിച്ച് കരയുന്നത് കേട്ടപ്പോ നല്ല സന്തോഷം തോന്നിട്ടോ. നോക്കൂ, ഈ PV അൻവറിനെ ഏത് രീതിയിലായിരുന്നു ഇവരൊക്കെ തോളത്ത് വെച്ച് നടന്നതെന്ന് നമ്മൾ കണ്ടതല്ലേ. ഈ PV അൻവർ പറഞ്ഞ, കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഉൾക്കൊള്ളാം. എല്ലാ കാര്യം പിണറായി വിജയനെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് നമുക്ക് വെക്കാം. പക്ഷെ ഇത് പറയുന്നത് ആരാ? പറയുന്നത് കാട്ടുകള്ളനാ, കാട്ടുകൊള്ളക്കാരനാ, ഏറ്റവും വലിയൊരു തെമ്മാടി ഗുണ്ട, അതല്ലെങ്കിൽ ഏതൊക്കെ ഭാഷയിൽ ഈ അൻവറിനെ വിളിക്കാമോ ആ ഭാഷയൊക്കെ ചേരുന്ന ഒരുത്തനാണ് ഇത്തരത്തിൽ ഞാൻ വലിയ മാർപ്പാപ്പയാണ്, ഞാൻ അഞ്ചോത്ത് നിസ്കരിക്കുന്ന പള്ളിയും പട്ടക്കാരൊക്കെ ഉള്ളവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് രംഗത്ത് വരുന്നത്. അവിടെ മാത്രമാണ് ഒരു വിരോധാഭാസം ഉള്ളത്. അല്ലാതെ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞതിനെ 100% നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി തമ്പുറാനായി മാറി, മിണ്ടാൻ പാടില്ല, വാതിറക്കാൻ പാടില്ല, കയ്യനക്കാൻ പാടില്ല, കാലനക്കാൻ പാടില്ല, ഇനി വേറെ വല്ലതും അനക്കാനും ചോദിക്കണേ നമ്മുടെ ചകാവ് പിണറായി തമ്പുറാനോട് ചോദിക്കണം എന്ന അവസ്ഥയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഇവന്റെ ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂലെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടിട്ടേ നമുക്ക് ഓടി അങ്ങോട്ട് വരട്ടോ, ഒന്ന് പെട്ടെന്ന് കേട്ടേക്കാം. നിങ്ങൾ നിൽക്കുന്ന ഈ ഇരിക്കുന്ന വീട് 300 വർഷം പഴക്കമുള്ള വീടാണ്, മനസ്സിലായ? അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവനെ ഇങ്ങനെ അങ്ങോട്ട് ആക്കിക്കളയാമെന്ന് പിണറായി വിജയനല്ല, ഞാൻ പറയുന്നില്ല. അതായത് ഇന്നലത്തെ ഇവരുടെ ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു മുക്കാൽ വണ്ണ ഏതോ ഒരു ചാനൽ എനിക്ക് ക്ലിപ്പ് കിട്ടിയതാണ്. അതിൽ പറയുകയാണ്, ഈ നിങ്ങൾ ഇരിക്കുന്ന ഈ വീടുണ്ടല്ലോ, PV അൻവറിന്റെ വീട്ടിൽ വെച്ച് എടുത്ത ഇന്റർവ്യൂ ആണ്. അത് 100 വർഷം മുമ്പുള്ള, അതായത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, 1921 എന്ന് പറയുന്ന വർഗീയ മുസ്ലിം കലാപം, ഏറ്റവും വലിയ ആ ഒരു കലാപം, ലോകം കണ്ട കലാപം ഉണ്ടല്ലോ, ആ കലാപമുള്ള സമയത്ത് ഇവന്റെ ഭൂമിയിൽ ക്ഷേത്രഭൂമി പോലും ഉണ്ട് എന്ന രീതിയിലൊക്കെ ഇന്ന് വാർത്തകൾ, മാതൃഭൂമി തന്നെ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ. ഇവന്റെ വീട് നിൽക്കുന്നത് പോലും ഒരു ക്ഷേത്രഭൂമിയിലാണ്. ഇവന്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് ക്ഷേത്രമുണ്ടായിരുന്നു, പരശുരാമ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയുന്നു. ഇന്ന് കൃത്യമായിട്ട് ഇനി ആ ക്ഷേത്രത്തിന്റെ അടിത്തറ മാന്തിക്കൊണ്ട് ഇവന്റെ അടിത്തറയും മാന്തുന്ന ദിവസങ്ങൾ തന്നെയാണ്. ആ ക്ഷേത്രം അവിടെ പുനരുദ്ധാരണം നടത്തേണ്ടതുണ്ട്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന പോലെ തന്നെ ഇവര് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ പറയാണ്, ഈ 100 കൊല്ലം പഴക്കള എന്റെ ഈ വീട്ടിലിരുന്നിട്ട് എന്നെ പിണറായി അല്ല അവന്റെ മറ്റവന് വിചാരിച്ചാൽ എന്നെ അങ്ങോട്ട് പുളുത്തും, എന്നെ ഇതാക്കും എന്ന് പച്ചയ്ക്ക് പറയുന്ന ഇന്റർവ്യൂ ആണ്. ഇനി കുറച്ചുകൂടെ ഭാഗങ്ങളുണ്ട് മക്കളെ, ഗംഭീരാട്ടോ, വിട്ടുകളയല്ലേ, കേട്ടു നോക്കാം. അവിടെ നമുക്ക് നിർത്താം. നിങ്ങൾക്ക് നീതി കിട്ടിയാലും, നിങ്ങളെ പരിഗണിച്ചിട്ടില്ലെങ്കിലും, നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വന്നാലും നിങ്ങൾ സിന്ദാബാദ് വിളിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കരുത്, ഞങ്ങൾ അങ്ങോട്ട് പറയും, അത് നിങ്ങൾ അനുസരിക്കണം. അതാണ് പാർട്ടി എന്നാണ് ഇപ്പോഴത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഇരിക്കാൻ സീറ്റ് ഒന്നുമില്ലെങ്കിൽ എനിക്ക് തറയിലും ഇരിക്കേണ്ടി വരില്ലേ? ഇനി നടുക്കും സ്പീക്കറുള്ള സീറ്റ് അനുവദിക്കുന്നത്. ഇനി ഇപ്പത്തെ സ്പീക്കറൊന്നും കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, ഇപ്പത്തെ രാഷ്ട്രീയം അങ്ങനെയൊക്കെയാണല്ലോ. ഇനി എനിക്ക് സീറ്റ് ഇരുന്നില്ലെങ്കിൽ ഞാൻ തറയിലിരിക്കും. മുഖ്യമന്ത്രിക്ക് മേലെ പരുന്തും പറക്കൂല, പാർട്ടിയും പറക്കൂല, മനസ്സിലായില്ലേ? CM തന്നെയാണ് ഗവൺമെന്റും പാർട്ടി. ഈസ് എ ഡിക്റ്റേറ്റർ നൗ. ഒരാൾക്കും വായുറക്കാൻ പറ്റില്ല, ഒരാൾക്കും സംസാരിക്കാൻ കഴിയില്ല. അദ്ദേഹം വളരെ ചെറിയ ഒരു എന്താ പറയാ, ഈ ADGP അജിത് കുമാർ, ഈ പറയുന്ന P ശശി, പിന്നെ റിയാസ്, അദ്ദേഹത്തിന്റെ മകള്, പിന്നെ 1-2 ആളുകളുണ്ട്, ഞാൻ പറയുന്നില്ല, ശരിയല്ല. അവരുടെ മാത്രം ഒരു സർക്കിളിന്റെ ഉള്ളിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ പറയുന്ന ഒരു ഭാഗത്ത് P ശശിയും മറുഭാഗത്ത് ADGPയും പറയുന്ന രാഷ്ട്രീയവും ഈ നാട്ടിലെ സംഭവ വികാസങ്ങളും മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ. അതിനപ്പുറമുള്ള അദ്ദേഹത്തിന് അറിവില്ല. റിയാസിന്റെ വരവാണ്. റിയാസ് ആ പ്രകാശം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രവൃത്തിയിലേക്കല്ല പോയത്. ഞാൻ പേഴ്സണലായിട്ട് തന്നെ
ഇപ്പൊ ഒരാഴ്ച മുമ്പ് കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ചത് റിയാസ് ആണ് സത്യത്തിൽ ആ സൂര്യന്റെ വെളിച്ചം കെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക്. എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് BJP നേതാക്കളുമായി ബന്ധമുണ്ട്. ഏത് തരത്തിലുള്ള ബന്ധം? എല്ലാ തരത്തിലുള്ള ഞാനിപ്പോ മുഖ്യമന്ത്രി BJP നേതാക്കന്മാരോട് ബന്ധമുണ്ടോന്നാണ് അവതാരകനായിട്ടുള്ള മുക്കാലം ചോദിക്കുന്നത്. അപ്പൊ മറ്റേ മുക്കാലം പറയാണ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള ബന്ധമായിരിക്കുന്നു, എല്ലാ തരത്തിലുള്ള ബന്ധമുണ്ട്. ഇനി ഗംഭീരാണ് മക്കളെ. ഇത് സത്യത്തിൽ നമ്മൾക്ക് ഗാലറിയിൽ ഇരുന്ന് ചിരിച്ച് ആയുസ് വർദ്ധിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് ഇപ്പൊ ഞമ്മന്റെ മാക്രികൾ തന്നുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിലൊക്കെ ഒന്ന് വന്ന് നോക്ക് മക്കളെ. നിലമ്പൂരിലൊക്കെ ഞമ്മന്റെ അൻപറിക്കാക്കയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് കാണേണ്ടത് തന്നെയാണ്. വേണ്ടവരൊക്കെ ഒന്ന് നിലമ്പൂരിലേക്ക് ടിക്കറ്റ് എടുത്ത് കേറിക്കോ. KSRTC കുറച്ച് വരുമാനം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കേന്ദ്രത്തിന് കുറച്ച് റെയിൽവേയിൽ കുറച്ച് വരുമാനം ഉണ്ടായിക്കോട്ടെ, കേറി പോരെ. നിലമ്പൂർ ടൗണിൽ വരെ നിങ്ങളുടെ റെയിൽവേ കൊണ്ടാക്കും. വന്ന് കണ്ടിട്ട് പോ മക്കളെ. ബാക്കിയുടെ കേൾക്കാം. എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഈ എല്ലാവരോടും വെറുക്കപ്പെട്ടതാണ് ഈ IGP. ഇറ്റ്സ് വെരി ക്ലിയർ. അയാൾക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അനുഭവസ്ഥരാണ്. പോലീസ് സേനയിലെ DYSP തൊട്ട് SP ഉൾപ്പെടെ എത്ര ആളുകള് അവരെ കണ്ണീര് കുടിപ്പിച്ച, അവരെ കുടുംബം കുളം തോണ്ടിച്ച, എന്താ പറയാ, ഒരു സാഡിസ്റ്റ് നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന് പറയുന്നു. ഇപ്പൊ എനിക്ക് വിവരം തരുന്നതിനെ കുറിച്ച് ഇന്റലിജൻസ് അന്വേഷിക്കണ്ട. ഇന്റലിജൻസ് ഒന്നും അന്വേഷിക്കണ്ട. ഇതിൽ പല ഉദ്യോഗസ്ഥന്മാർ ഞാൻ പബ്ലിക്കായി വരുന്നവർ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ട്, എന്നാലും ഈ നാറിയുടെ പിന്നിൽ ഞങ്ങൾ നിൽക്കൂല. അവരെ അത് ഈ നാറിയുടെ പിന്നിൽ തുമ്പ പണിക്ക് പോകാന്ന് പറഞ്ഞ DYSPമാരെ എനിക്കറിയാം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടിയിട്ട് ഇതാ അൻവർ ഈ പറയുന്ന ഇന്ന ആള് സ്വർണം കൊടുത്ത കള്ളക്കടത്തുകാരനുമായിട്ട് ഇതാ അവന്റെ സംഭാഷണം, ഇതാ മറ്റേ CD, ഓ കള്ളക്കടത്തുകാർക്ക് അന്ന് CM പറഞ്ഞല്ലോ അൻവറിന് എങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, അത് അങ്ങോട്ട് ക്ലിയർ ചെയ്ത് സീൽ ചെയ്ത് ഇന്ന് അങ്ങോട്ട് ഉള്ളിൽ തള്ളന്ന പിണറായി വിചാരിച്ചു. പക്ഷെ പിണറായിന്റെ ബുദ്ധി മാത്രമല്ല VVN പറഞ്ഞത്. അതുകൊണ്ട് ആ പണിയെടുത്തിട്ട് ഇന്ന് അവിടെ കൊണ്ടുവരേണ്ടത് മുഖം മറച്ചിരുത്തി മഹത്വവൽക്കരിക്കുകയാണെന്ന് പറഞ്ഞു. മുഖം നല്ലോണം തെളിഞ്ഞിരുന്നല്ലോ. മീഡിയ ഓൺ കൊടുത്ത സ്റ്റോറിയാണ്. അതെ, മുഖം നല്ലോണം തെളിഞ്ഞിരുന്നല്ലോ. ഇത് മാനക്കേടാണ്, അത് മരണാണ്. ഇത് മാനക്കേടാണ്. രാജ്യദ്രോഹത്തിന് കൂട്ടുനിന്ന് പുത്തമ്പീട്ടിൽ PVN ആകും. അതാണ് പ്രശ്നം. കൊല്ലുന്നെങ്കിൽ അവർ കൊന്നോട്ടെ, ഇത് പ്രശ്നമില്ല. എന്റെ മക്കളോട് നിങ്ങൾ വിളിച്ചു ചോദിച്ചേക്ക് വിളിക്കണം, അതിൽ വിഷയമില്ല. അപമാനപ്പെടുത്തി കൊല്ലരുത്. നേർക്കുന്നിലാണ്. ഇപ്പൊ കുഞ്ഞാലിപ്പോ വെടിയേറ്റ് മരിച്ച നിലമ്പൂരിലല്ലേ? അല്ലെ? കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്. എന്താ രണ്ടാമതൊരു MLA വെടിയേറ്റ് മരിക്കൂലേ? എന്താ ഉണ്ട് എനിക്ക് കേറൂലേ? അത് പോട്ടെ. നോക്കൂ, ഈ കുഞ്ഞാലി എന്ന് പരാമർശം നടത്തുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഈ കുഞ്ഞാലി അറിയില്ല. ഞാൻ നിലമ്പൂരിന്റെ പുത്രനാണ്. ഞാൻ എന്റെ അച്ഛനൊക്കെ കുഞ്ഞുനാൾ മുതൽ നമ്മൾക്ക് ഓതി തന്നിട്ടുള്ളതാണ് കമ്മ്യൂണിസം. മാത്രമല്ല സഖാവ് കുഞ്ഞാലി, സഖാവ് കുഞ്ഞാലി, സഖാവ് കുഞ്ഞാലി എന്ന് പറഞ്ഞ് ഈ സഖാവ് കുഞ്ഞാലിക്ക് വേണ്ടി മുദ്രാവാക്യം എഴുതിയ കൈയാണ് എന്റേത്, മുദ്രാവാക്യം വിളിച്ച വായാണ് എന്റേത്. കാരണം എന്തെന്നറിയാമോ, ഇയാൾക്ക് എല്ലാ വാർഷികത്തിലും ഇയാളുടെ രക്തസാക്ഷി ആ ദിനാചരണത്തിനൊക്കെ എന്നെയൊക്കെ എന്റെ അച്ഛനും അതല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠനും എല്ലാവരെയും കൂട്ടിയിട്ടൊക്കെയാണ് ഈ പുലർക്കാലത്ത് കണ്ണ് തുറക്കുന്നതിന് മുൻപ് 4 മണിക്ക് 5 മണിക്ക് ഈ പന്തം കൊളുത്തി ഇതിനൊക്കെ പോകും. അന്ന് കാലം മുതലേ ഈ സഖാവ് കുഞ്ഞാലിയെ കുറിച്ച് ഞങ്ങളൊക്കെ പഠിച്ച് മനസ്സിൽ ഇങ്ങോട്ട് ഉറപ്പിച്ചു നിർത്തിയതാ. അന്ന് പിന്നീടാണ് ബോധം വന്നപ്പോഴാണ് എന്താണ് ഈ സഖാവ് കുഞ്ഞാലിയുടെ ഗുണം കൊണം എന്നൊക്കെ നമ്മൾ കണ്ടത്. എന്തായാലും ഈ സഖാവ് കുഞ്ഞാലി ആരെന്നറിയാമോ? ഈ മലയോര പ്രദേശത്തെ CPM പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിച്ച ഒരു വലിയ സഖാവാണ് ഈ കുഞ്ഞാലി. ഇനി ഈ കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നത് ആരാണ്? ആ ആരോപണം നേരിട്ട വ്യക്തി ആരെന്നറിയാമോ? അതായിരുന്നു നമ്മുടെ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ആ ഒരുപാട് നാള് കോൺഗ്രസിന്റെ മന്ത്രിയായി അങ്ങനെ അന്തരിച്ച ആര്യാടൻ മുഹമ്മദ്. എന്നാൽ ഏറ്റവും വലിയ രസം എന്തെന്നറിയാമോ? ഈ ആര്യാടൻ മുഹമ്മദ് ഒരു തവണ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറിക്കൊണ്ട് അവിടെ മന്ത്രിയോ എന്തൊക്കെ കുന്തൊക്കെ ആയിട്ടുണ്ട് ഇയാള്. ആ സമയം, അതായത് കുഞ്ഞാലി എന്ന് പറയുന്ന ഇവിടെ കമ്മ്യൂണിസം കെട്ടിപ്പടുത്ത ആ മനുഷ്യനെ വെടിവെച്ച് കൊന്നു എന്ന് വിശ്വസിക്കുന്ന ഈ കൊലയാളിയാക്കപ്പെട്ട ഈ ചങ്ങാതി ഉണ്ടല്ലോ, ആ ചങ്ങാതിയെ CPM എടുത്തുകൊണ്ട് അയാളെ മന്ത്രിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഈ കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്ന അതിന്റെ ചരിത്രം കൂടി, അതാണ് ഞാൻ കൂടുതൽ പറഞ്ഞത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പുത്രനായിരുന്നു, നിലമ്പൂരിന്റെ പുത്രനായിരുന്നു എന്നുള്ളത്. ഈ കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്ന ഗോപാലൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അത് ആരായിരുന്നു എന്നറിയാമോ?
എന്റെ അച്ഛന്റെ നേരെ ജ്യേഷ്ഠത്തിയായിട്ടുള്ള അവരുടെ ഭർത്താവായിരുന്നു. ആ ഗോപാലൻ പിന്നെ കൊല്ലപ്പെട്ടത്, അദ്ദേഹം എങ്ങനെ കൊല്ലപ്പെട്ടെന്ന് അറിയാമോ? ആശുപത്രിയിൽ തെളിവില്ലാതാക്കാൻ വേണ്ടി ഈ ഗോപാലനെ കുത്തിക്കൊല്ലിയിരുന്നു. ആശുപത്രിയിൽ വെച്ച് വിഷം കൊടുത്തും കൊന്ന് അയാള് കുത്ത് കിട്ടിയിട്ടും ചത്തില്ല, മരിച്ചില്ല എന്ന് പറയുന്നത്. എന്നിട്ട് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ആശുപത്രിയിൽ വെച്ച് വിഷം കൊടുത്ത് കൊന്നാണോ എന്ന് സംശയമുണ്ട്. തെളിവ് പോലും നശിപ്പിച്ച് അതൊക്കെ ആരോപണ വിധേയനായിരുന്നു ആര്യാടൻ മുഹമ്മദ്. ഈ ആര്യാടൻ മുഹമ്മദ് ആരോപണ വിധേയൻ മാത്രമല്ല, ആ കുടുംബത്തെ പിന്നീട് ആര്യാടൻ മുഹമ്മദ് ഏറ്റെടുക്കുന്ന അവസ്ഥയും കണ്ടു. അതായത് ഈ ഗോപാലൻ എന്ന് പറയുന്ന ഈ ആര്യാടൻ മുഹമ്മദിന് വേണ്ടി കുഞ്ഞാലിയെ വെടിവെച്ചു എന്ന് സംശയിക്കുന്ന കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി. പ്രതിയും വാദിയും എല്ലാവരും മരിച്ചു പോയല്ലോ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ആര്യാടൻ മുഹമ്മദിൽ നിന്ന് പിന്നീട് ഒരുപാട് ഈ ഗോപാലന്റെ കുടുംബത്തിന് ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ടതുണ്ട്. എന്റെ അച്ഛന്റെ നേരെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവായിരുന്നു ഈ സഖാവ് കുഞ്ഞാലിയെ വെടിവെച്ചു വന്നത്. ആ സഖാവിനെ കുറിച്ചാണ് ഞമ്മന്റെ PV അൻവർ സാറ് പറയുന്നത്. ബാക്കിയുടെ കേൾക്കാം മക്കളെ. നിന്നും വരാന്ന് ഈ പറയുന്നവരൊക്കെ ഇതിൽപ്പെട്ടവരല്ലേ? അന്താരാഷ്ട്ര ക്രിമിനൽ സംഘല്ലേ ഈ അജിത് കുമാറും ഈ സ്വർണ്ണ റാക്കറ്റും എന്ന് പറയുന്നത്. ഇനിയിപ്പോ എന്താ അടുത്ത പാർലമെന്റിൽ ഒരു ചോദ്യം വരും. പാർലമെന്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്ത ജില്ല ഏതാണെന്നൊരു ചോദ്യം വരും. ഇവിടെ ആ ഉദ്ദേശിച്ച റേഞ്ചിൽ എത്തുമ്പോ മലപ്പുറം ജില്ല. എവിടെ മലപ്പുറം ജില്ല? കേരളം. എന്താ ജില്ലയുടെ പ്രത്യേകത? 90% മുസ്ലിങ്ങളാണ്. 90% മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ. നോക്കൂ, എവിടേക്കാണ് ഇവൻ കൊണ്ടുപോകുന്നതെന്ന് ഇവന്റെ ചില വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനാവും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. ഇവൻ യഥാർത്ഥത്തിലുള്ള നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാർ പറഞ്ഞല്ലോ, യഥാർത്ഥ തീവ്രവാദി. അതായത് 2021 എന്ന് പറയുന്ന ഒരു വർഷത്തിന് പ്രത്യേകത ഉണ്ട്. എന്തായിരുന്നു? 1921 100ാം വാർഷികം തികയുന്ന വർഷമായിരുന്നു 2021. 1921 മുസ്ലിം കൊടും കലാപം നടത്തിയ വാര്യംകുന്നന നേതാവായി കൊണ്ട് നടക്കുന്നവന്മാർ തന്നെയാണ് ഇവൻ. അതുകൊണ്ട് 100 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്നത്തെ മുസ്ലിം മാപ്പിള വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി വാര്യംകുന്നം കുഞ്ഞാമത് അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് PV അൻവർ ആയിരിക്കുന്നു. അവിടേക്കാണ് ഇയാൾ ഇത് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ അല്പം കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇടുന്നുണ്ട്, അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഇവന്റെ യഥാർത്ഥ മുഖം അഡ്വക്കേറ്റ് ജയശങ്കർ സാർ പറഞ്ഞത് തന്നെയാണ്. പച്ചയായ മുസ്ലിം തീവ്രവാദി എന്ന അക്ഷരം തെറ്റാതെ വിളിച്ചാൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. അവിടേക്കാണ് ഇവൻ ഇനി ഇത് കൊണ്ടുപോകുന്നത്. കേട്ടു നോക്കാം. മുക്കാൽ ചാനലാട്ടോ ചോദ്യം ചോദിക്കുന്നത്. FIR ഇട്ട ജില്ല മലപ്പുറം ജില്ല. ഇന്ത്യ മുഴുവൻ പ്രചരണം അല്ലേ? എന്നിട്ട് ഈ പാർട്ടീസ് കാണാത്തത് എന്താണ്? CPM ഇത് പരിശോധിക്കാത്തത്? ഇത് ചാപ്പ കുത്തല്ലേ? ആ ചാപ്പ എന്റെ നെഞ്ഞത്ത് കുത്താനാ നോക്കിയത് കൊള്ളക്കാരനായിട്ട്. പക്ഷെ ഈ തൊലിയിൽ അത് കേറൂല. മനസ്സിലായില്ല? ആ ചാപ്പ തിരിച്ചടിച്ചു. ഉണ്ട കേറുമായിരിക്കും, പക്ഷെ ചാപ്പ കേറൂല. മനസ്സിലായോ? അവിടെ ഈ തട്ടാനുണ്ടല്ലോ സ്വർണ്ണപ്പണിക്കാരൻ ഉണ്ണി, അവരൊക്കെ കൂട്ടിയിട്ട് ഞാൻ തെളിവ് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകണം. നമുക്ക് ഏറ്റവും വലിയ രസം ഇവനൊരു സ്വർണ്ണപ്പണിക്കാരന് ഉണ്ണിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് അപ്രൈസർ. ഈ തട്ടിപ്പ് നടത്തുന്ന സ്വർണ്ണമുണ്ടല്ലോ, കള്ളക്കടത്ത് നടത്തി ഇവിടെ കള്ളക്കടത്തുകാർ സ്വർണം ഇവിടെ എയർപോർട്ടിൽ എത്തിക്കുന്നു. ഈ പുറത്തിറങ്ങുന്ന ഈ കള്ളക്കടത്തുകാരെ പോലീസ് വെട്ടിച്ചു പിടിച്ച് ആ സ്വർണം കള്ളക്കടത്തുകാരെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് ഇവരുടെ ഈ പറയുന്ന ഉണ്ണി എന്ന് പറയുന്ന ഒരു അപ്രൈസറുടെ മുമ്പിൽ കൊണ്ടുചെന്ന് ആ സ്വർണം എന്താക്കി മാറ്റുന്നത് പരിശോധിച്ച് യഥാർത്ഥ സ്വർണ്ണമാണ് എന്നൊക്കെ ഉറപ്പുവരുത്തിയും അവിടെ വിലയൊക്കെ നിശ്ചയിച്ച് അവരത് എടുക്കുക എന്നാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത്. ഉണ്ണി എന്ന് പറയുന്ന അപ്രൈസറെ കുറിച്ച് മാത്രം ഇവൻ പറയുന്നത്. എന്നാൽ ഈ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരുന്നവന്മാരാരാ? അവന്റെയൊക്കെ ഗുദത്തിലും അവിടെയും ഇവിടെയൊക്കെ പെണ്ണായാലും ആണായാലും അവിടെയൊക്കെ തിരികെ കൊണ്ടുവരുന്നത് ആരാ? അത് മൊത്തം ഞമ്മന്റെ ആളുകളാ. ആ ഞമ്മന്റെ ആളിന്റെ ഒരു പേരെങ്കിലും ഈ ഞമ്മൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് വർഗസ്നേഹം. അപ്പൊ തട്ടാനുണ്ണി, അപ്രൈസർ ഉണ്ണി, അതായത് ഇത് തിട്ടപ്പെടുത്തി കൊടുക്കുന്നു, ഇത് സ്വർണ്ണമാണോ അല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് വലിയ കുറ്റക്കാരൻ. പിന്നെയോ ഇത് കൊണ്ടുവരുന്ന ഞമ്മന്റെ ആളുകളുണ്ടല്ലോ, അവനും അഞ്ചൂത്ത് നിസ്കരിക്കുന്നവനാണ്. അവൻ ആരാ? ഞമ്മന്റെ ആളാ. ഞമ്മന്റെ ആളെന്താണ്? അവൻ പവിത്രൻ, കള്ളൻ പവിത്രൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇനി വാക്കൂടെ കേൾക്കാം. തട്ടാൻ ഉണ്ണിയെ കുറിച്ച് പറഞ്ഞതോട് മാത്രം ഒന്ന് കൂട്ടിച്ചേർത്തതാണ്. ബാക്കി ഇതുവരെ കണ്ടില്ല. നാളെ മലപ്പുറത്തെ പത്രക്കാരെയും കൊണ്ടിട്ട് ഇവന്റെ പ്രോപ്പർട്ടി ഒന്ന് കാണിച്ചു കൊടുക്കണം. ഒരു 5-6 വർഷം മുമ്പ് ഈ ഓടക്കോയിൽ ഇങ്ങനെ ഫൂ എന്ന് പറഞ്ഞ ഊതിനെ തട്ടാൻ പരിഹസിക്കുന്നുള്ളൂ. ഒരു കള്ളക്കടത്തും ഇല്ല. ഇതാണ് ഇവന്റെ 3/4 മൺ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഒരു ഇന്റർവ്യൂയുടെ ഭാഗം. ഇനി കൃത്യമായിട്ടും ഈ ജന്തു ഉണ്ടല്ലോ, ഈ വർഗീയവാദി, ഈ തീവ്രവാദി, അഡ്വക്കേറ്റ് ജയശങ്കർ സാറിന്റെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ
എല്ലാം തികഞ്ഞ വാരിയംകുന്നന്റെ 2024 വേർഷൻ 103 വർഷങ്ങൾക്ക് ശേഷമുള്ള പുതിയ വാരിയംകുന്നന്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വേറെ വീഡിയോ ഇടുന്നുണ്ട്. അത് മാക്സിമം പ്രചരിപ്പിക്കുക, കാണുക. മാത്രമല്ല നമ്മുടെ ചാനലിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കമന്റ്, ആദ്യമായി ഒരു കമന്റ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ കമന്റ് അത് വായിച്ചതിന് ശേഷം മാക്സിമം നമ്മുടെ ചാനലിൽ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒരുപാട് കേസുകളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം തുറന്നു പറയുന്നവർക്കെതിരെ ശത്രുക്കൾ കൂടും. പിന്നെ ഞമ്മന്റെ ആളുകളാണ് ഓപ്പോസിറ്റ്. അതുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണ പിന്തുണ വേണം. അത് പിന്തുണയ്ക്കാനുള്ള ഒരു കമന്റ് ഇവിടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് വായിച്ചിട്ട് മാക്സിമം സപ്പോർട്ട് തരണം. മാക്സിമം നമ്മുടെ ചാനലിനെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.